അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരിക്കലും ഭേദമാവുകയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ അസുഖം തഹജ്ജുദ് നിസ്കാരം കൊണ്ട് ഭേദമായ ഒരു മനോഹരമായ കഥയാണിത്. സോഷ്യൽ മീഡിയയിലെ തിരക്കേറിയ ലോകത്തിൽ ചില പോസ്റ്റുകൾ വെറും ഒരു പോസ്റ്റ് മാത്രമല്ല, അത് മനുഷ്യരുടെ ഹൃദയം തൊടുന്ന അനുഭവങ്ങളായിരിക്കും. അങ്ങനെ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ആളുകൾക്കിടയിൽ വൈറലായി. ഡോക്ടർമാർ ഒരിക്കലും ഭേദമാകില്ലെന്ന് പറഞ്ഞ രോഗം ഇന്ന് എൻ്റെ ശരീരത്തിലില്ല. തഹജ്ജുദ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന വാക്കുകളോടെ തുടങ്ങുന്ന ആ കുറിപ്പെഴുതിയത് റിയാസ് എന്ന 35-കാരനായിരുന്നു. ഒരു IT കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന, സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിച്ചും പാർട്ടികളിലും ആഘോഷങ്ങളിലും മുഴുകിയിരുന്ന ഒരു സാധാരണ യുവാവായിരുന്നു അവൻ. നമസ്കാരം പലപ്പോഴും ഒഴിവാക്കപ്പെട്ടിരുന്നു. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് അവൻ്റെ ജീവിതത്തിൽ വലിയ സ്ഥാനമില്ലായിരുന്നു. ജീവിതം മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിലാണെന്നൊരു ആത്മവിശ്വാസവും അല്പം അഹങ്കാരവും അവനുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം അവൻ്റെ ജീവിതം പെട്ടെന്ന് മാറിമറിഞ്ഞു. കാലുകളിൽ ചെറിയൊരു തരിപ്പായി തുടങ്ങിയ അസ്വസ്ഥത പിന്നീട് വേദനയിലേക്കും തളർച്ചയിലേക്കും മാറി. പരിശോധനകൾക്കൊടുവിൽ ഡോക്ടർമാർ പറഞ്ഞത് ഒരു കഠിന സത്യമായിരുന്നു: ഇത് ഒരു അപൂർവ നാഡീരോഗമാണ്. പൂർണ്ണമായും സുഖപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ആ വാക്കുകൾ റിയാസിൻ്റെ മനസ്സ് തകർത്തു. ദിവസങ്ങൾ കടന്നുപോയി. അവൻ വീൽചെയറിലായി. സുഹൃത്തുക്കൾ അകലാൻ തുടങ്ങി. രാത്രികൾ നീണ്ടുനിന്നു. കണ്ണുനീരും നിരാശയും അവനെ ചുറ്റിപ്പറ്റി നിന്നു. എന്തിനാണ് എനിക്കിത് സംഭവിച്ചത് എന്ന ചോദ്യങ്ങൾ അവനെ അലട്ടിയിരുന്നു. അത്തരത്തിൽ ഒരു ദിവസം അവൻ്റെ ഉമ്മ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി. മോനെ, എല്ലാവരും കൈവിട്ടാലും അള്ളാഹു കൈവിടില്ല. രാത്രിയിൽ അവനോട് സംസാരിച്ചു നോക്കൂ. ആദ്യം അതൊന്നും അവൻ മനസ്സിലാക്കിയില്ലെങ്കിലും ഒരു രാത്രി വേദന കൊണ്ട് ഉറങ്ങാനാവാതെ അവൻ എഴുന്നേറ്റിരുന്നു. പ്രയാസപ്പെട്ട് വുളൂ ചെയ്ത് ഒരു കസേരയിലിരുന്ന് വർഷങ്ങൾക്ക് ശേഷം അവൻ ആദ്യമായി തഹജ്ജുദ് നിസ്കരിച്ചു. അതിനുശേഷം അവൻ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് തൻ്റെ മനസ്സ് തുറന്നു പറഞ്ഞു. ആ രാത്രി അവൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമായിരുന്നു. പിന്നീടത് ഒരു പതിവായി മാറി. ഓരോ രാത്രിയും അവൻ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി. ആദ്യത്തിൽ അവൻ രോഗശമനത്തിനായി പ്രാർത്ഥിച്ചിരുന്നെങ്കിലും പിന്നീട് അവൻ തിരിച്ചറിഞ്ഞു, ഇത് രോഗം മാറ്റാനുള്ള നിസ്കാരമല്ല, ഹൃദയം മാറ്റാനുള്ള നിസ്കാരമാണ്. ആ നിശബ്ദ നിമിഷങ്ങളെ അവൻ പ്രണയിക്കാൻ തുടങ്ങി. പതുക്കെ അവൻ്റെ ഉള്ളിൽ മാറ്റം സംഭവിച്ചു. ഭയം കുറഞ്ഞു, നിരാശ മാറി, ഒരു ശാന്തി അവനിൽ നിറച്ചു. അതിനൊപ്പം തന്നെ അവൻ്റെ ശരീരത്തിലും മാറ്റങ്ങളുണ്ടായി. വേദന കുറയാൻ തുടങ്ങി. കാലുകൾക്ക് വീണ്ടും ശക്തി ലഭിച്ചു. മാസങ്ങൾക്ക് ശേഷം ഡോക്ടർമാർ പോലും അത്ഭുതപ്പെട്ടു. അവൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും ഭേദമാകില്ലെന്ന് പറഞ്ഞ രോഗം പതുക്കെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി മാറി. റിയാസ് അതിനെ ഒരു അത്ഭുതമായി മാത്രം കണ്ടില്ല. അത് തൻ്റെ യാത്രയുടെ ഫലമായാണ് അവൻ കണ്ടത്. തൻ്റെ പോസ്റ്റിൻ്റെ അവസാനം അവൻ എഴുതിയത് ഇങ്ങനെയാണ്: ഞാൻ തഹജ്ജുദ് ആരംഭിച്ചത് എൻ്റെ അസുഖം മാറാൻ വേണ്ടിയായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ അതിനെ പ്രണയിച്ചു. അസുഖം മാറിയത് അള്ളാഹു നൽകിയ ഒരു ബോണസ് മാത്രമാണ്. തഹജ്ജുദ് ഒരു ചികിത്സയല്ല, അത് നിങ്ങളെ നിങ്ങളുടെ റബ്ബിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും മനോഹരമായ വഴിയാണ്. ലോകം നിങ്ങളെ വിട്ടുപോയാലും രാത്രിയിൽ അള്ളാഹു നിങ്ങളെ കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ട്. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾ പോലും നമ്മെ തകർക്കാനുള്ളതല്ല, മറിച്ച് നമ്മെ സൃഷ്ടാവിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു മനോഹരമായ മാർഗമാണ്. അള്ളാഹു തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.